കഥകൾ ഒരുപാടുണ്ട്. ആന്റി, കാരണം ഞാൻ ആന്റിയുടെ വീട്ടിൽ വന്നിരുന്നു ഒരിക്കൽ. വന്നപ്പോൾ ആരുമില്ല, പിന്നെ ഡോർ ഗേറ്റും തുറക്കുന്നില്ല, പിന്നെ ഞാനങ്ങ് വിട്ടു. കാരണം അല്ലാതെ ഇവള് കല്യാണത്തിന് 3 ദിവസം ആകുമ്പോൾ മോനെ എനിക്ക് മോൻ വിളിക്കത്തിലൊക്കെ ഞാൻ ഭയങ്കര വിഷമത്തിരിക്കുക. കാരണം എന്താണെന്നറിയാമോ, കല്യാണത്തിന് 3 ദിവസം മുമ്പ് ഈ പണ്ടാരം ചാവാൻ തുടങ്ങി ഇവള്. എന്റെ ഭഗവാനെ. അപ്പൊ അങ്ങനെ ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ എന്റെ ഇഷ്ടത്തിനല്ല ഈ കല്യാണം നടത്തിയാണ്. ഞങ്ങൾ എന്തോ ചെയ്യും മോനെ. എനിക്ക് മനസ്സിലായി. കാരണം ഇത് ആരെക്കാളും എനിക്ക് മനസ്സിലാവും. ഞാൻ തകർന്നു പോയത് വേറൊന്നുമല്ല, എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, എനിക്കറിയാമോ കൊച്ചു പെൺകുട്ടികളോട് ആമ്പടിക്കെ ചേർക്കാം. ഇവനാണെന്ന് ദേഷ്യപ്പെടാൻ അറിയത്തില്ല. അത് ബാങ്കിലൊക്കെയാണ് ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റി. തീർച്ചയായും സ്ട്രെസ് ആവത്തില്ലേ അവൻ സ്ട്രെസ് ആവത്തില്ലേ? അവൻ അമേരിക്ക പഠിച്ച കുഞ്ഞ് നമ്മൾ പറഞ്ഞ കല്യാണം എടുത്തു. അതേ അവന് പറ്റിയ തെറ്റുള്ളൂ. അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അവൻ എനിക്ക് തകർന്നു. ഞാൻ പറഞ്ഞു എഴുതിയേക്കുന്നത് ഇതൊക്കെ ദിലീപിന്റെ പണിയാ. അല്ല ആന്റി, ഞാൻ വളരെ കേൾക്കും ഒരു സെക്കൻഡ്. കാരണം ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറിനെ ഞാൻ കണ്ടു. റിപ്പോർട്ടർ. അപ്പൊ ട്രിവാൻഡ്രം റിപ്പോർട്ട് എന്നെ കണ്ടപ്പോൾ എന്റെ ചോദിച്ചു, മാഷെ എന്തൊക്കെയുണ്ട് വിഷയം എന്ന് ചോദിച്ചു. കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കഥ കൊട്ടിട്ട് ഇറങ്ങിയപ്പോഴാണ് പുള്ളി എന്നെ കണ്ടത്. പക്ഷെ അപ്പോഴെന്നെ കാണാൻ പറ്റില്ല. കാരണം ഞാൻ അപ്പോൾ തന്നെ കാർ കൊടുത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് എന്നെ കാണാൻ പറ്റില്ല. പിറ്റേ ദിവസം സെക്രട്ടറിയേറ്റിൽ ഒരു പ്രോഗ്രാമിന് ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ പാടാൻ വേണ്ടി നിൽക്കുമ്പോൾ, അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇയാളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷേ നമസ്കാരം, എന്താണ് മിസ്സിൽ അറിയാവോ? ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ പ്രസ് അല്ലേ, എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അയ്യോ അങ്ങനല്ല, എന്റെ നെൽവിഷനായിട്ട് കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് റൂമേഴ്സ് ഇറങ്ങി. അപ്പൊ ഒരു സുഹൃത്തിനോ എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്കൊരു വാക്കേ പറയാനുള്ളൂ, അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ പറഞ്ഞ ആളുടെ വാക്ക് അഴുകിപ്പോന്ന് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. തമാശ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അതല്ല പറയുന്നത്, ഒരു എന്താ പറയുന്നത്, മനസ്സ് സഹിക്കാൻ വയ്യ. ഞാൻ അതൊക്കെ മന എഴുതിപ്പിച്ചതാണ്. ഞാൻ മ്യൂസിയത്ത് ഞാൻ ജോഗിങ് ആയിരുന്നേ. അപ്പോഴേ 2 സ്ത്രീകൾ ബാക്കിൽ കൂടെ വരുന്നത്, എന്റെ അൺനോൺ പേഴ്സൺ, നമുക്ക് പരിചയമൊന്നുമില്ല. അവർ ബാക്കിൽ കൂടെ നടന്നൊരു അല്ല, അവളുടെ കളി ഞാൻ പറയാണ്. അവർ നടന്നപ്പോൾ അവർ പറയാണ്, ദിലീപും അല്ല എന്താണ് കാവ്യ മറ്റേ പയ്യനെ വിട്ടു കേട്ടോ. അല്ല അയ്യോ അവര് മഹാപന്നെന്ന്, ആ പെൺകുട്ടി പാവം, മനസ്സിലില്ലേ? ഇവിടെ സിനിമയ്ക്ക് പുറത്ത്, ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി വെച്ചിട്ടുള്ളത്. അതാണ് ഇവളുടെ ഏറ്റവും വലിയ വിജയം. ആന്റി സത്യം. പക്ഷെ ഇവൻ അതിന് ബലിയാടായപ്പോ എനിക്ക് തകർന്നു വേണ്ടിയാണ്. കാരണം ഞാൻ എന്റെ ഏറ്റവും ഒരു കുഞ്ഞിനെ ബലിയാടാക്കേണ്ട കാര്യം അവക്കുണ്ടായിരുന്നു. ഇവൾ ഇനിയും ഇതിനകത്ത് രക്ഷപ്പെടാൻ പോകുന്നൊന്നുമില്ല. ഇവളിപ്പോ ദാണ്ട് മമ്മൂട്ടി വേണ്ട പ്രമാണി എന്നുള്ള പടം കൊടുത്തില്ലല്ലോ ഒക്കെ. ശരി. സ്നേഹം എടുക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞ മമ്മൂട്ടിക്ക് അറിയില്ലോ സച്ചിനെ. മോഹൻലാൽ വിളിച്ചിരുന്നു, മനോജ് കെജയൻ വിളിച്ചിരുന്നു, സുരേഷ് മേനക വിളിച്ചിരുന്നു, കലാരഞ്ജിനി ഇങ്ങോട്ട് വിളിച്ചു, സുരേഷ് ബാബു വിളിച്ചു. സകലമായ സിനിമയിലെ ഒരുപാട് പേര് മോന് സപ്പോർട്ട്. ഒരു ഭർത്താവിനോട് ആരും പറയാത്ത ഒരു കാര്യമാണ് ദിലീപ് എന്ന് നിശാൽ ചന്ദ്രനോട് കാവ്യയെ കുറിച്ച് പറഞ്ഞത്. കാവ്യയെക്കുറിച്ച് മാത്രമല്ല, ദിലീപും കാവ്യയുമായിട്ടുള്ള ബന്ധം പോലും നിശാൽ ചന്ദ്രനോട് ദിലീപ് പറഞ്ഞു. നിശാലിന്റെ ഭാര്യാപദം അലങ്കരിച്ചുകൊണ്ട് കാവ്യയും നിശാലും ഒരുമിച്ച് നല്ലൊരു ജീവിതം ആരംഭിക്കട്ടെ എന്ന് പലരും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ദിലീപ് തികച്ചും ക്രൂരമായി പ്രത്യക്ഷപ്പെട്ടു. ആ ക്രൂരത തന്നെയാണ് നിശാലിന്റെ മനസ്സിനെയും കുടുംബത്തെയും മുറിവേൽപ്പിച്ചത്. ഇരുവരുടെയും വിവാഹമോചനത്തിന് മുൻപ് തന്നെ ഒരു അഭിമുഖത്തിൽ നിശാലിന്റെ അമ്മ പറഞ്ഞ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. നമ്മൾ കാണുന്നത് പോലെയല്ല പലരും. സത്യം പറഞ്ഞാൽ കാവ്യയുടെ അച്ഛനും അമ്മയും മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എന്ന് ആശ്വസിച്ച നിമിഷങ്ങളായിരുന്നു നിശാൽ ചന്ദ്രയുമായിട്ടുള്ള വിവാഹം. എന്നാൽ ആ വിവാഹശേഷം ഒരു ദിവസം പോലും ഇരുവരും ഒരുമിച്ച് താമസിപ്പിക്കാൻ ദിലീപ് അനുവദിച്ചില്ല എന്നാണ് നിശാൽ ചന്ദ്രയും കുടുംബവും അന്ന് പറഞ്ഞത്. ഭാര്യയുമായി സംസാരിക്കാൻ മാത്രമല്ല, അവർ തമ്മിലായിരുന്നു സംസാരങ്ങൾ മുഴുവനും. രാത്രിയും പകലുമെന്നുമില്ലാതെ ദിലീപും കാവ്യയും തമ്മിലായിരുന്നു സംസാരം മുഴുവൻ. അവിടെ മറ്റു ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ലായിരുന്നു. അവിടെ ഭീഷണിയുടെ സ്വരം മാത്രമായിരുന്നു. അന്ന് നിശാൽ പറഞ്ഞത് കേട്ട് പലരും ഞെട്ടിയിരുന്നു. ഒരു ഭർത്താവിനോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തായിരുന്നു ദിലീപ് നിശാലിനോട് പറഞ്ഞത്. നീ തിന്നുന്നത് എന്റെ എച്ചിലാണ്, അതിന് നിനക്ക് തെളിവ് വേണമെങ്കിൽ ഞാൻ അയക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിരുവരും തമ്മിലുള്ള സംരംഭങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുത്തത്. അത്രയും ക്രൂരമായ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും നിശാലിന്റെ കയ്യിൽ നിന്നും കാവ്യയെ വേർതിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ നിശാൽ വേറെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുകയാണ്. എന്നാലും തന്റെ ജീവിതം ഇങ്ങനെയാക്കിയ ദിലീപിനോട് നിശാലിന് ദേഷ്യമുണ്ടായിരുന്നു. നടിയെ ആക്രമിച്ച കേസ് വന്നതിന് ശേഷം ഈ കേസിനൊപ്പം താനും ഉണ്ടാവുമെന്ന് നിശാൽ പറഞ്ഞിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപിലോ കോടതിക്ക് മുൻപിലോ എല്ലാ തെളിവുകളും കൊടുക്കാൻ താൻ തയ്യാറാണെന്നും കാവ്യയും ദിലീപും ജയിലഴിയിൽ എണ്ണുന്നത് കാണാനാണ് ആഗ്രഹമെന്നും ആ ആഗ്രഹവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നാണ് നിശാൽ പറയുന്നത്. നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ സിനിമയിൽ കാണുന്നതിനേക്കാൾ വലിയ തിരക്കഥകൾ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ ആ തിരക്കഥകൾ ചിലരുടെ ജീവിതം തകർക്കാനുള്ളതാണെങ്കിലോ? മലയാള സിനിമയുടെ ജനപ്രിയൻ എന്ന പദവിയിൽ നിന്ന് 8ാം പ്രതിയിലേക്കുള്ള ദിലീപിന്റെ ദൂരം കേവലം ഒരു കേസല്ല. അത് അധികാരവും സ്വാധീനമുള്ള ഒരു വ്യക്തിക്ക് സമൂഹത്തിന് മേൽ എത്രത്തോളം വിഷം കലർത്താം എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. നിശാൽ ചന്ദ്രയുടെ തകർന്ന ദാമ്പത്യം മുതൽ കൊച്ചിയിലെ ആക്രമിക്കപ്പെട്ട നടി വരെ ഇവിടെ ഇരയാക്കപ്പെട്ടത് മനുഷ്യരാണ്, വേട്ടയാടിയത് ഒരു മനോഭാവം. നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു പേരുണ്ട്, നിശാൽ ചന്ദ്ര. ഒരു സാധാരണക്കാരൻ ഒരു സെലിബ്രിറ്റിയെ വിവാഹം കഴിച്ചപ്പോൾ അയാൾ സ്വപ്നം കണ്ട ജീവിതമല്ല അയാൾക്ക് ലഭിച്ചത്.
ഇവിടെയാണ് സാമൂഹികമായിട്ടുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. സ്വാധീനമുള്ളവർക്ക് നിയമത്തെയും ബന്ധങ്ങളെയും എങ്ങനെ വളച്ചൊടിക്കാം എന്നതിന്റെ ആദ്യ ഇരയായിരുന്നു ഇയാള്. തന്റെ ഭാര്യ മറ്റൊരാളുമായിട്ട് പുലർത്തുന്ന ബന്ധത്തെ ചോദ്യം ചെയ്തപ്പോൾ ഭീഷണിപ്പെടുത്തിയും നഗ്നചിത്രങ്ങൾ ഉണ്ടെന്ന് പ്രചരിപ്പിച്ചതുമാണ് അയാളെ നിശബ്ദനാക്കാൻ ശ്രമിച്ചത്. ഒരു സാധാരണക്കാരന്റെ ഒരു ആത്മവിശ്വാസം തകർക്കാൻ അധികാരമുള്ളവർക്ക് എത്ര എളുപ്പമാണെന്ന് ഈ ഒരു സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെയാണ് ഈ കേസിലെ ഏറ്റവും വലിയ പോരാട്ടവും വരുന്നത്. അതായത് ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ സമൂഹം ആദ്യം ചെയ്യുന്നത് എന്താണ്? അവളെ കുറ്റപ്പെടുത്തുക എന്നതാണ്. ദിലീപിന് വേണ്ടി വാദിക്കാൻ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ വന്നപ്പോൾ അവർ ചെയ്തത് അതിജീവിതയെ മോശക്കാരിയാക്കാനാണ്. മഞ്ജു വാര്യരുമായുള്ള പ്രശ്നത്തിന് കാരണം ഈ ഒരു നടിയാണെന്ന് മറ്റും പറഞ്ഞ് വേട്ടക്കാരനെ വിശുദ്ധനാക്കാനുള്ള ശ്രമവും നടന്നു. ഉദാഹരണത്തിൽ ഒരാൾ റോഡിൽ ആക്രമിക്കപ്പെട്ടാൽ നമ്മൾ അക്രമിയല്ലേ ചോദ്യം ചെയ്യേണ്ടത്, പകരം നീ എന്തിനെ ആ സമയത്ത് അവിടെ പോയി എന്ന് ഇരയോട് ചോദിക്കുന്ന ഒരവസ്ഥ എത്ര ക്രൂരമാണ്. നീതി എന്നത് അതിജീവിതയ്ക്ക് ലഭിക്കേണ്ട ഒരു ദാനമല്ല, മറിച്ച് അവൾ അർഹിക്കുന്ന ഒരു അവകാശമാണ്. 8 വർഷമായിട്ട് അവൾ പോരാടുന്നതും അവൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, മറിച്ച് നാളെ ഇങ്ങനൊരു അവസ്ഥ വരാനിരിക്കുന്ന ഓരോ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ്. നടി മഞ്ജു വാര്യരുടെ ജീവിതവും നമുക്കൊരു പാഠമാണ്. ഒരു ബന്ധത്തിൽ ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ അന്തസ്സോടെ പടിയിറങ്ങാൻ കാണിച്ച ആ ധൈര്യം, പണത്തിനും പ്രതാപനത്തിനും പിന്നാലെ പോകാതെ തന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ അവൾ ഇറങ്ങി പുറപ്പെട്ടു. മഞ്ജുവിനെ തകർക്കാൻ ദിലീപ് ശ്രമിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും ഇന്ന് കാലം മറുപടി നൽകി കഴിഞ്ഞു. ദിലീപിന്റെ സിനിമകൾ തുടർച്ചയായിട്ട് പരാജയപ്പെടുമ്പോൾ മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ട് തിളങ്ങുന്നു. ഇത് വെറും ഒരു വിജയമല്ല, ഇത് കർമ്മഫലമാണ്. നമ്മൾ ഒരു താരത്തെ ആരാധിക്കുമ്പോൾ അയാളുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ പോലും ന്യായീകരിക്കുന്ന ഒരവസ്ഥ ഭയാനകമാണ്. രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ ജയിലിൽ പോയി പ്രതിയെ കാണുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അക്രമിയെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ഇന്നും നമുക്കിടയിൽ ഉണ്ട് എന്നത് ലജ്ജാകരമാണ്. നിയമം എല്ലാവർക്കും ഒന്നാണ് എന്ന് കോടതി തെളിയിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രതി എത്ര വലിയ താരമായാലും ശരി, അയാൾ ചെയ്തത് തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എന്നാൽ 8 വർഷത്തെ നീണ്ട കാത്തിരിപ്പ്, വിധി വരുമ്പോൾ അത് മലയാള സിനിമയിലെ വലിയൊരു ശുദ്ധീകരണമായിരിക്കും. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം. നിശാൽ ചന്ദ്രയെ പോലെയുള്ളവർക്കുണ്ടായ മാനഹാനിക്ക് കാലം മറുപടി നൽകണം. അധികാരം കൊണ്ട് ആരെയും അടിച്ചമർത്താം എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു താക്കീതാകട്ടെ ഇനിയുള്ള വിധിയെങ്കിലും. സത്യം ചെരുപ്പിടുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റി വരുമെന്ന് പറയാറുണ്ട്. പക്ഷെ അവസാനം സത്യം തന്നെ ജയിക്കും. അതിജീവിതയ്ക്കൊപ്പം നീതിക്കൊപ്പം നമുക്ക് നിൽക്കാം. ഈ വിഷയത്തെ നമുക്ക് ആഴത്തിൽ വിശകലനം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത്രയേറെ തെളിവുകളും ആരോപണങ്ങളും ഉണ്ടായിട്ടും ഒരു ഭാഗം ആളുകൾ ഇപ്പോഴും വേട്ടക്കാരനെ ന്യായീകരിക്കുന്നതാണ്. ഇവിടെയാണ് നമ്മുടെ സമൂഹത്തിന്റെ അപകടകരമായിട്ടുള്ള ഒരു ഹീറോ വർഷിപ്പ് അഥവാ താര ആരാധന എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത്. സ്ക്രീനിൽ കാണുന്ന നന്മയുള്ള നായകനാണ് യഥാർത്ഥ ജീവിതത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇരയാക്കപ്പെട്ടവരുടെ വേദനയേക്കാൾ വലുതായി കാണുന്നത് തങ്ങളുടെ ഇഷ്ടതാരത്തിന്റെ പ്രതിച്ഛായയാണ്. ഇതൊരു ക്രിമിനൽ കേസ് മാത്രമല്ല, അധികാരവും സ്വാധീനവും ഉള്ളവർക്ക് ഒരു പെൺകുട്ടിയുടെ ജീവിതം എങ്ങനെയൊക്കെ നശിപ്പിക്കാം എന്നതിന്റെ ഒരു സാമൂഹിക പാഠം കൂടിയാണ്. നിശാൽ ചന്ദ്രയെ പോലൊരു സാധാരണക്കാരനെ ഭീഷണിപ്പെടുത്തി നിശബ്ദനാക്കാൻ കഴിഞ്ഞത് ദിലീപിന്റെ പണക്കൊഴുപ്പും ഗുണ്ടാ ബന്ധങ്ങളുമാണ്. എന്നാൽ മഞ്ജു വാര്യരും അതിജീവിതയും ആ അധികാരത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറായില്ല. ഇത് കാണിക്കുന്നത് കാലം മാറുന്നു എന്നും സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങൾക്കായിട്ട് ശബ്ദമുയർത്താൻ പഠിച്ചു എന്നതുമാണ്. അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും മുന്നിൽ തളരാതെ 8 വർഷമായി പോരാടുന്ന ആ നടി നൽകുന്ന സന്ദേശവും ലളിതമാണ്. നിങ്ങൾ എത്ര വലിയവനായാലും നീതിക്ക് മുകളിലല്ല എന്നത്. നീതി എന്നത് ഒരു ഔദാര്യമല്ല, അത് ഓരോ മനുഷ്യന്റെ അവകാശമാണ്. ആ നീതി ലഭിക്കാൻ വൈകുന്നത് ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഏൽക്കുന്ന ഒരു മുറിവാണ്. അവസാനമായിട്ട് പറയാനുള്ളത് ഇതാണ്: നമ്മൾ ആരെ ആരാധിക്കണം എന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ ആരാധന ഒരാളുടെ കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കാനുള്ള ഒരു ലൈസൻസ് ആകരുത്. ഇന്ന് അതിജീവിതം നേരിടുന്ന ഈ ഒരു പോരാട്ടം നാളെ നമ്മൾ ഒരാൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ നേരെ ഉണ്ടാകുന്ന ഒരു അനീതികൾക്കെതിരെയിട്ടുള്ള ഒരു മുൻകരുതലാണ്. നിശാൽ ചന്ദ്രയിൽ തുടങ്ങിയ ഈ ചതിയുടെയും പകയുടെയും പരമ്പരയ്ക്ക് വിധിയിലൂടെ അന്ത്യമുണ്ടാകട്ടെ. വേട്ടക്കാരനോടൊപ്പമല്ല, എന്നും ഇരയ്ക്കൊപ്പം നീതിക്കൊപ്പം നമുക്ക് നിലകൊള്ളാം. കാരണം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുക എന്നതാണ് ഏതൊരു ജനാധിപത്യ സമൂഹത്തിന്റെയും കടമ എന്ന് പറയുന്നു. എന്തായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. സത്യത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങളുടെ ശബ്ദവും പങ്കുചേർക്കുക. കൂടുതൽ വ്യക്തതയുള്ള വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ഒരു പേജ് ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.